കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സിവിൽ ഡിഫൻസ് കണ്ണൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഫയർഫോഴ്സ്, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്, റെയിൽവേ ആരോഗ്യ വിഭാഗം, കേരള റെയിൽവേ പോലീസ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ റെയിൽ മൈത്രി റെയിൽ ജാഗ്രതാ ബോധവൽക്കരണം സംഘടിപ്പിച്ചു. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ കണ്ണൂർ ACP TK രത്നകുമാർ ഉദ്ഘാടനം ചെയ്തു. പ്ലാറ്റ്ഫോമുകളിലും ട്രെയിനിലും അശ്രദ്ധ മൂലമുണ്ടാകുന്ന അപകടങ്ങളിൽ ജീവൻ നഷ്ടമാകുന്ന സാഹചര്യത്തിലാണ് ബോധവൽക്കരണം നടത്തിയത്. സിവിൽ ഡിഫൻസ് അംഗങ്ങൾ, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ, ഓട്ടോ ടാക്സി തൊഴിലാളികൾ, പൊതുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ മാനേജർ S. സജിത് കുമാർ അധ്യക്ഷനായി. T. വിനോദ്, വിജേഷ് P. T. അജയൻ, A. കുഞ്ഞിക്കണ്ണൻ, P. ജോയി, ഷൈമ എന്നിവർ സംസാരിച്ചു. ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഫയർഫോഴ്സ് ഒരുക്കിയ ജീവൻ രക്ഷാ ബോധവൽക്കരണ പ്രദർശനവും നടന്നു. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ A Channel. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അതെന്ത് ചോദ്യാന്ന്? ആരെങ്കിലും ഒട്ടുപാലം എടുക്കാണ്ട് പോവാ? ഒട്ടുപാലം കെട്ടിപ്പിടിച്ചങ്ങോട്ട് ഇരുന്നോ? എന്റെ മനുഷ്യ ഈ റബ്ബർ ഷീറ്റ് ഇങ്ങനെ കുന്നുകൂട്ടിട്ട് എന്തോ ഉണ്ടാക്കാനാ? എന്നെ എന്തായാലും മതി, എന്റെ ഷീറ്റിനെ കളിച്ച് എന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നീ. അത് കറക്റ്റ്. ഉള്ള സമയത്ത് ഇതൊക്കെ ഒന്ന് തൂക്കി വിട്ടിട്ട് കാശൊന്നും കൊണ്ടെത്താ മനുഷ്യ. MS ഗോൾഡ് പോയി കുറച്ച് സ്വർണ്ണം വാങ്ങട്ടെ. അത് യോറിന് എന്ത്? ഇതിന്റെയൊക്കെ വില എപ്പോഴാ കുത്തിനെ വീഴുന്ന ആർക്കറിയാം മനുഷ്യൻ. സിസിലി ആ പറഞ്ഞത് നേരാണ്. റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായിയല്ല, എപ്പോ വേണമെങ്കിലും താഴേക്ക് പോകാം. പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല, അത് റോക്കറ്റ് പോലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കും മാഷേ. മാത്രവുമല്ല, MS ഗോൾഡിന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല. എന്റെ പുടിയെ MS Gold and Diamonds, Iriti, Peravur, Ramanagara, Kanagapura, the real source of purity.